പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഓൾസോ ആറ്റ് ചാവക്കാട്, വടക്കുംചേരി, UAE. സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന ജനകീയ സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകളെന്ന മന്ത്രി MP രാജേഷ്. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് 60ന്റെ നിറവിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് ബാങ്കിന്റെ 60ാം വാർഷികാഘോഷം കൊണ്ടാടുന്നത്. 1964 ജൂലൈ 28-നാണ് A ക്ലാസ് അംഗങ്ങളുമായി വാവന്നൂരിൽ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബാങ്കിംഗ് പ്രവർത്തനത്തോടൊപ്പം രാസവള വിൽപ്പന, നീതി സൂപ്പർ മാർക്കറ്റ്, നീതി ലാബ്, നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയവയും ബാങ്ക് നടത്തി വരുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബജറ്റ് ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കേരളത്തിന്റെ അടുത്തൊന്നും മറ്റൊരു സംസ്ഥാനവും സഹകരണ മേഖലയുടെ കാര്യത്തിൽ വരില്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെ കണക്കെനിക്കറിയില്ല. ഞാൻ നേരത്തെ MP ആയിരുന്നപ്പോൾ പതിവായി DLBC കൂടും, ഡിസ്ട്രിക്ട് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. അതിൽ അധ്യക്ഷൻ MP ആണ്. ഞാൻ സ്ഥിരമായിട്ട് മുഴുവൻ സമയം ഇരുന്ന് ചേർന്നിരുന്ന യോഗമാണ്. അപ്പോഴാണ് ഞാൻ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞത് പാലക്കാട് ജില്ലയിൽ ഏറെക്കുറെ കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ബാങ്കിങ് ബിസിനസിന്റെ മുഖ്യ പങ്ക് സഹകരണ മേഖലയാണ് നിർവഹിക്കുന്നത്. പൊതുമേഖലാ ബാങ്കുകൾ, അതുപോലെ ഷെഡ്യൂൾ കമേഴ്സ്യൽ ബാങ്കുകളൊക്കെ സഹകരണ മേഖലയുടെ പിന്നിലാണ് നമ്മുടെ നാട്ടിൽ. കാരണം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത്, ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നത് സഹകരണ ബാങ്കുകളെയാണ്. ജനകീയമായ സ്ഥാപനങ്ങളാണ്. ഒരു പൊതുമേഖലാ ബാങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. സഹകരണ ബാങ്കിൽ ചെല്ലുന്നത് പോലെ കടന്നു ചെല്ലാനാവില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിനിടയിൽ ബാങ്കിങ് വ്യവസായത്തിൽ വന്നിട്ടുള്ള മാറ്റം സാധാരണക്കാരെ കൂടുതൽ അകറ്റുന്ന തരത്തിലാണ്. കൂടുതൽ വൻകിടക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലാണ്. അവിടെയാണ് സഹകരണ ബാങ്കുകളുടെ പ്രാധാന്യം. ഇതോടൊപ്പം SLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിനെയും മുൻ ഭരണസമിതി അംഗങ്ങളെയും വിരമിച്ച ജീവനക്കാരെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു. ബാങ്ക് പ്രസിഡന്റ് PM ആര്യൻ അധ്യക്ഷനായിരുന്നു. ഫോട്ടോ അനാച്ഛാദനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന നിർവഹിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ മുൻ ഡയറക്ടർമാരെ ആദരിച്ചു. ഓഡിറ്റ് പാലക്കാട് ജോയിന്റ് ഡയറക്ടർ P വിജയലക്ഷ്മി വിരമിച്ച സെക്രട്ടറിമാരെ ആദരിച്ചു. വിരമിച്ച ജീവനക്കാർക്കുള്ള ആദരം മുൻ MLA VK ചന്ദ്രൻ നിർവഹിച്ചു. ബാങ്ക് ഡയറക്ടർ O രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV പ്രിയ, KV പരമേശ്വരൻ, AM രാജൻ, KV സുന്ദരൻ, VP ഐദ്രു, A കുട്ടിനാരായണൻ, V ഗംഗാധരൻ, VP അഷ്റഫ് അലി, PP രാജൻ, P ശ്രീധരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.